മാണിക്യത്തിന് എബ്രായിയിൽ നോഫേക്ക് എന്നും ഗ്രീക്കിൽ കൽക്കീഡോൻ എന്നും പറയും. മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിലെ 4-ാമത്തെ രത്നം മാണിക്യമാണ്. പുറപ്പാട് 28:18, 39:11. ഇക്കാലത്തെ മാണിക്യത്തെ അല്ല ഇത് സൂചിപ്പിക്കുന്നത്. പ്രഭയോടുകൂടിയ പല ചുവന്ന രത്നങ്ങളെയും കുറിക്കുവാൻ ഈ പദം പ്രയോഗിക്കും. പ്രാചീനകാലം മുതൽ എല്ലാ ജനങ്ങളുടെ ഇടയിലും പരക്കെ അറിയപ്പെടുന്ന രത്നമാണിത്. എന്നാൽ ബൈബിളിലെ പ്രയോഗങ്ങൾ കുഴപ്പം പിടിച്ചവയാണ്. മിസ്രയീമിൽ അലഞ്ഞു തിരിഞ്ഞ കാലത്തായിരിക്കണം ഇസ്രായേല്യർ മാണിക്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. മിസ്രയീം വിട്ടുപോന്ന അവരുടെ കൊള്ളയിൽ മാണിക്യവും ഉണ്ടായിരുന്നിരിക്കണം. വെളിപ്പാട് പുസ്തകം 21:19 കൽക്കീഡോൺ നാം ഇന്നറിയുന്ന മാണിക്യം തന്നെയാണ്. പുറപ്പാട് പുസ്തകം 28:18, 39:11, എഹെസ്കേൽ പ്രവചനം 28:13 എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള നോഫേക്ക് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം പ്രഭ എന്നാണ്. ഈ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന രത്നം ഏതാണെന്ന് വ്യക്തവുമല്ല. സെപ്റ്റുവജന്റിൽ കൊടുത്തിരിക്കുന്ന ആന്ത്രാക്സും അതിന് തുല്യമായ ലത്തീനിലെ കാർബുൻകുലൂസും കൽക്കരി കനലാണ്. അത് ചുവന്ന രത്നത്തെയാണ് സൂചിപ്പിക്കുക. പുതിയ യെരുശലേമിൻ്റെ 3-ാമത്തെ അടിസ്ഥാനം മാണിക്യമാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കൽക്കീഡോനാണ്. മറ്റൊരിടത്തും ഈ ഗ്രീക്ക് വാക്ക് കാണുന്നില്ല. സ്ഫടിക കല്ലിനെയാണ് ഇത് കുറിക്കുന്നത്. ക്വാർട്സും കൽക്കീഡോനും സിലിക്കോൺ ഡയോക്ലൈഡ് കൊണ്ട് നിർമ്മിതമാണ്. എന്നാൽ ക്വാർട്സിൻ്റെ ഷഡ്ഭുജാകൃതി ഈ സ്ഫടികക്കല്ലിന് ഇല്ല.